സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, നല്ല ചിരിയോട് കൂടിയിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന, എന്നെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. ആൾ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര സൈലൻ്റായിപ്പോയി. നമ്മൾ ഒരാളുടെ സംസാരത്തിൽ ആൾ നമ്മളെ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പുറത്തുള്ള ആൾ കേൾക്കാൻ റെഡിയല്ല, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റായി നിരസിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹേർട്ടാവും അല്ലേ, സ്വാഭാവികം. ഈ ഒരു ഇമോഷണൽ നോട്ട്സ് അത് ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് നമ്മുടെ ബ്രെയിനിൽ കളിക്കുന്നുണ്ടാവും. വെൽക്കം ബാക്ക് ടു മൈൻഡ് ഫാം ചാനൽ. ഇന്ന് നമ്മൾ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള, ജിമ്മിനൊക്കെ പോകുന്ന, നമ്മുടെ റൂമിലെ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, നല്ല ചിരിയോട് കൂടിയിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന, എന്നെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. ആൾ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര സൈലൻ്റായിപ്പോയി. മീൻസ് ആൾ പറ്റേ എനർജി ഡൗണായി, ആരോടും സംസാരിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുക, അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആളോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വൈഫുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു സെൻറ്റൻസ് ആളെ ഒന്ന് ഹേർട്ട് ചെയ്തു, വേദനിപ്പിച്ചു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ആളുടെ വർക്ക് ലോഡോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ചെറിയൊരു സെൻറ്റൻസ് ഇമോഷണലായിട്ട് ആളെ ഹേർട്ട് ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചത്. നോക്കൂ, ഈ ഒരു ഉദാഹരണത്തിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരാളെ പെട്ടെന്ന് ആളുടെ മെൻ്റൽ എനർജി ഷട്ട് ഡൗൺ ആയി. എങ്ങനെ? ഒരു ഇമോഷൻ നോട്ട്സ് വന്നതോട് കൂടിയിട്ട് ആളുടെ മാനസികമായിട്ടുള്ളൊരു ഉന്മേഷം പറ്റേ അവിടെ ഡൗൺ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇമോഷണൽ പെയിനുകൾ, നമ്മുടെ വൈകാരികമായിട്ടുള്ള വേദനകൾ നമ്മുടെ മെൻ്റൽ എനർജിയെ സ്വാധീനിക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് വരികയാണ്, നമ്മൾ ഒരാളായിട്ടുള്ള സംസാരത്തിൽ ആൾ നമ്മളെ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പുറത്തുള്ള ആൾ കേൾക്കാൻ റെഡിയല്ല, നമ്മളെ ഒരു സദസ്സിൽ നമ്മളെ കേൾക്കാൻ റെഡിയല്ല, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റായി നിരസിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹേർട്ടാവും അല്ലേ, സ്വാഭാവികമാണ്. ഇപ്പോൾ ഒരു ഓഫീസിലെ മീറ്റിങ്ങിൽ ബോസ് നമ്മുടെ വർക്കിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ഡൗൺ ആവും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ഇത്തരം ഇമോഷണൽ നോട്ട്സ് വരുന്ന സമയത്ത് ബ്രെയിന് നമ്മോട് പറയാണ്, നീ ആദ്യം പോയിട്ട് ആ ഒരു പ്രശ്നത്തെ, ആ ഹേർട്ടായിട്ടുള്ള എന്നെ വേദനിപ്പിച്ച സംഗതി ഒന്ന് ആശ്വസിപ്പിക്കൂ, ഒന്ന് ഹീൽ ചെയ്യൂ, അതിനൊന്ന് റിലീസാക്കൂ, അല്ലെങ്കിൽ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യൂ, ക്ലോസ് ചെയ്യൂ എന്നൊക്കെയാണ് നമ്മൾ ബ്രെയിൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലേ ബ്രെയിനിന് അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഫോക്കസ് ചെയ്യാനൊക്കെ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ നോട്ട്സ് അത് ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് നമ്മുടെ ബ്രെയിനിൽ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് റിലീസാക്കേണ്ടതുണ്ട്. അതിനെ റിലീസാക്കാൻ ഒരുപാട് വഴികളുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഇമോഷണൽ നോട്ട്സിനെ റിലീസാക്കാനുള്ള വഴികളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വളരെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്, നമ്മുടെ സംസാരങ്ങളിൽ പരമാവധി സപ്പോർട്ടീവായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഭാര്യയായാലും ഭർത്താവായാലും ഫ്രണ്ട്സായാലൊക്കെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നതിനപ്പുറം ആളുകളെ നമ്മളപ്പുറത്തുള്ള ആൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ. പോരായ്മകൾ ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഒന്ന് വരച്ചത് നമ്മുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഫീൽഡിൽ കുറച്ച് എക്സ്പെർട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പാർട്ട് നമുക്ക് കാണാൻ കഴിയും സ്വാഭാവികമായിട്ടും. എങ്കിൽ പോലും ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മളതിൻ്റെ പോസിറ്റീവ് വശങ്ങളെ കാണുകയും അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരവസരത്തിൽ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ആ പോരായ്മയെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ നമ്മുടെ സംഭാഷണങ്ങളെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, വൈകാരികമായിട്ടുള്ള ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ലേണിങ്ങിൻ്റെ, നമ്മുടെ പുതിയ വിവരങ്ങൾ പഠിക്കുന്നതിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ ഒരു ഫൗണ്ടേഷനാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ശാന്തമായ ഹൃദയങ്ങളിലാണ് ശക്തമായ മനസ്സുകൾ വളരുക എന്ന് നമ്മൾ തിരിച്ചറിയുക. നേരത്തെ സൂചിപ്പിച്ച ഇമോഷണൽ നോട്ട്സ്
വൈകാരികമായ ഇത്തരം കെട്ടിക്കൊടുക്കുകളെ എങ്ങനെ നമുക്ക് ആ സമയത്ത് റിലീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.